ഹലോ, വെൽക്കം ബാക്ക് ടു ഈസി വണ്ടേഴ്സ്. നമ്മളിന്ന് പുതിയൊരു വിഷയത്തിലേക്ക് കടക്കുകയാണ്. കഴിഞ്ഞ ക്ലാസ്സുകളൊക്കെ നിങ്ങൾ നന്നായി ശ്രദ്ധിക്കുകയും അതിലെ ഓരോന്നും പ്രാക്ടീസ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയം ഫങ്ഷൻ എന്നുള്ളതാണ്. ഓക്കെ, ഫങ്ഷൻ എന്നുള്ളത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ വ്യത്യസ്ത ഫങ്ഷനുകൾ നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാന്നുള്ളതാണ്. ഓക്കെ, നമ്മൾ നേരത്തെ സ്ക്വയർ വരച്ചു, ടേർട്ടിൽ ഉപയോഗിച്ച് സ്ക്വയർ, ട്രയാങ്കിൾ, അങ്ങനെ പല കാര്യങ്ങളും വരച്ചു. അപ്പോൾ അത് ഓരോ കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആ സമയത്ത് അതിന് വേണ്ടിയിട്ടുള്ള കോഡ് ചെയ്തു. ഇപ്പോൾ ഫോർ ലൂപ്പ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ സ്ക്വയർ വരച്ചു എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഫോർവേഡ് ചെയ്യുക, ആംഗിൾ ടേൺ ചെയ്യുക എന്നുള്ള കാര്യം, 90 ഡിഗ്രി ടേൺ ചെയ്യുക എന്നുള്ള കാര്യം 4 പ്രാവശ്യം ഫോർ ലൂപ്പ് ഉപയോഗിച്ച് റിപ്പീറ്റ് ചെയ്ത് ചെയ്യുമ്പോൾ നമുക്കൊരു സ്ക്വയർ വരച്ച് കിട്ടുന്നു. അതേ കാര്യം തന്നെ ഫോർ ലൂപ്പ് ഉപയോഗിച്ചിട്ട് 3 പ്രാവശ്യം വേറൊരു ആംഗിളിൽ ചെയ്യുമ്പോൾ ട്രയാങ്കിൾ കിട്ടുന്നു. 5 പ്രാവശ്യം വേറൊരു ആംഗിളിൽ ചെയ്യുമ്പോൾ പെൻറ്റഗൺ കിട്ടുന്നു. അപ്പോൾ അങ്ങനെ പല കാര്യങ്ങളും അതിനൊക്കെ നമ്മൾ കോഡ് അതാത് സമയത്ത് എഴുതി നമ്മൾ ചെയ്തു. ഇനിയിപ്പോൾ നമുക്കൊരു പ്രത്യേക ഒരു കാര്യം നമ്മൾ ഡിഫൈൻ ചെയ്യാണ്. നമ്മളിപ്പോൾ സ്ക്വയർ വരക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഏത് ഷേപ്പും വരക്കാൻ വേണ്ടിയിട്ട് ഒരു ഫംഗ്ഷൻ നമ്മൾ ആദ്യം ഡിഫൈൻ ചെയ്യാണ്. ഓക്കെ, ഡിഫൈൻ ചെയ്തിട്ട് നമുക്ക് ആവശ്യമുള്ളപ്പോൾ ആ ഫംഗ്ഷനെ വിളിക്കും, ആ ഫംഗ്ഷൻ അത് നമുക്ക് ചെയ്തു തരും. അപ്പോൾ നമുക്കൊരു ഉദാഹരണം പറഞ്ഞാൽ, നമ്മളിപ്പോൾ നമ്മളുടെ വാഷിംഗ് മെഷീനിൽ അത് നമ്മൾ ഉപയോഗിക്കുന്നൊരു ഫംഗ്ഷനാണ്, അഥവാ വാഷിംഗ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു മെഷീന്. അപ്പോൾ നമ്മൾ ആവശ്യമുള്ളപ്പോൾ നമ്മൾ ഡ്രസ്സും വാഷിംഗ് പൗഡറൊക്കെ നമ്മൾ ഇൻപുട്ടായിട്ട് അതിലേക്ക് കൊടുക്കും. അത് ഫുള്ള് ക്ലീൻ ചെയ്ത് കറക്റ്റ് ചെയ്ത് വാഷ് ചെയ്തതിന് ശേഷം നമുക്ക് നല്ല ക്ലീൻഡ് ആയിട്ടുള്ള ഡ്രസ്സ് നമുക്ക് ഔട്ട്പുട്ടായിട്ട് നമുക്കത് റിട്ടേൺ ചെയ്ത് തരും. ഓക്കെ, അപ്പോൾ അതേപോലെ ഒരു ഫംഗ്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ചില കാര്യങ്ങൾ നമുക്ക് എഴുതി വെക്കാം. അതിന് വേണ്ടിയിട്ടാണ് ഫങ്ഷൻസ് ഉപയോഗിക്കുന്നത്. എല്ലാ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലും ഫങ്ഷൻസ് ഉപയോഗിക്കുന്നുണ്ട്. പൈത്തണിൽ ഫങ്ഷൻ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഫങ്ഷൻ ഡിഫൈൻ ചെയ്യുമ്പോൾ നമ്മൾ ഡിഫൈൻ ഇങ്ങനെ ഡിഫൈൻ ചെയ്തു, എന്നിട്ട് ഷേപ്പ്, ഇതാണ് ഫങ്ഷൻ്റെ നെയിം. ഷേപ്പ് എന്നുള്ളതാണ് ഫങ്ഷൻ്റെ നെയിം. അപ്പോൾ അതിന് ആർഗ്യുമെന്റ്സ്, അതിന് ബ്രാക്കറ്റിൽ ആർഗ്യുമെന്റ്സ് ഉണ്ടാവും. ഈ ആർഗ്യുമെന്റ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് നേരത്തെ വാഷിങ്ങിന് വേണ്ടി ഇൻപുട്ടായിട്ട് നമ്മൾ ഡ്രസ്സും വാഷിംഗ് പൗഡറും കൊടുക്കുന്നെന്ന് പറഞ്ഞില്ലേ, അതേപോലെ നമ്മളിവിടെ ഇൻപുട്ടായിട്ട് സൈസും സൈഡ്സും, ഞാൻ പറഞ്ഞു പോളിഗൺ വരക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഫംഗ്ഷൻ എഴുതുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ സൈസ്, ആ പോളിഗണിന്റെ ഒരു സൈഡിന്റെ സൈസ് എത്രയാണെന്ന് നമുക്ക് കിട്ടണം, എന്നാലാണല്ലോ പോളിഗൺ വരക്കാൻ പറ്റുക. അപ്പോൾ സൈസ് കൊടുക്കണം. അതേപോലെ സൈഡ്സ്, എത്ര സൈഡ് ആണ് പോളിഗണ്, 5 സൈഡ് ആണെങ്കിൽ പെൻറ്റഗൺ ആണ് വരക്കുക. അപ്പോൾ എത്ര സൈഡാണ്, ഇപ്പോൾ 3 സൈഡ് കൊടുത്താൽ ട്രയാങ്കിൾ വരക്കും. അപ്പോൾ എത്ര സൈഡാണ് എന്നുള്ളതും ഈ ഫംഗ്ഷന് കിട്ടണം. അതേപോലെ ഒരു സൈഡിന്റെ സൈസ് എത്രയാണെന്നും കിട്ടണം. അത് രണ്ടും കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു കാര്യം ചെയ്ത് കിട്ടണം. ഓക്കെ, അപ്പോൾ ആ കാര്യം ഇവിടെ ചെയ്യാണ്. ഇത് ജസ്റ്റ് ഇതിനകത്ത് നമ്മൾ ഫോർ ലൂപ്പിൽ ഇത് വരക്കാൻ വേണ്ടിയിട്ടുള്ള സാധനം കൂടി നമ്മളിവിടെ എഴുതി വെച്ചിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അകത്ത് ഫോർ ഐ ഇൻ റേഞ്ച്, ഇതിനകത്ത് നമ്മൾ നേരത്തെ എല്ലാം ചെയ്ത പോലെ കോളൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അകത്താണ് ഈ ഒരു ഇൻഡന്റേഷനോട് കൂടി ഇവിടെ ഒരു ഗ്യാപ്പ് ഇട്ടിട്ട് ഈ ലൈനിലാണ് കോഡ്സ് കംപ്ലീറ്റ് വരിക. ഓക്കെ, ഇവിടെ നമ്മൾ ഫോർ ലൂപ്പ് ഉപയോഗിച്ചുകൊണ്ട് പിന്നെയും വേറൊരു കോളനും കൂടി വന്നു. അപ്പോൾ ഫോർ ലൂപ്പിൻ്റെ അണ്ടറിൽ മറ്റുള്ള 2 ലൈനുകൾ, അതിനുശേഷം ഇവിടെ കുറച്ചും കൂടി പുതിയൊരു ഇൻഡന്റേഷനും കൂടെ വന്നിട്ട് ഒരു ഗ്യാപ്പ്, ഒരു സ്പേസ് കൂടെ ഇവിടെ ഇട്ടിട്ട് ഇവിടെ ഇങ്ങനെ എഴുതി കാണാം. ഓക്കെ, അപ്പോൾ ഇവിടെ ഫോർ ലൂപ്പിൽ ഫോർ ഐ ഇൻ റേഞ്ച് സൈഡ്സ് ഇപ്പോൾ നമ്പർ ഓഫ് സൈഡ്സ് 3 കൊടുത്തതെങ്കിൽ ഈ ഫോർ ലൂപ്പ് 3 പ്രാവശ്യം വർക്ക് ചെയ്യും. ഈ സൈഡ്സ് 4 ആണെങ്കിൽ ഈ ഫോർ ലൂപ്പ് ഈ കാര്യങ്ങൾ 4 പ്രാവശ്യം വർക്ക് ചെയ്യും. അപ്പോൾ സൈഡ്സ് 3 ആണെങ്കിൽ നമുക്ക് ട്രയാങ്കിൾ ആണ് വരക്കേണ്ടത്. അപ്പോൾ 3 പ്രാവശ്യം ഇത് വർക്ക് ചെയ്യും. അതിൽ എന്ന് പറഞ്ഞാൽ ഫോർവേഡ് സൈസ്, എത്രയാണോ സൈസ്, നമ്മൾ 100 ആണ് സൈസ് കൊടുക്കുന്നതെങ്കിൽ 100 യൂണിറ്റ് മുന്നോട്ട് പോവും. അതിനുശേഷം
ടേൺ ലെഫ്റ്റ്, നേരത്തെ നമ്മൾ പഠിച്ചതാണിത്. ടേൺ ലെഫ്റ്റ്, ലെഫ്റ്റിലേക്ക് ടേൺ ചെയ്യാണ്. എത്ര ഡിഗ്രി എന്നുള്ളതാണല്ലോ നമ്മൾ ബ്രാക്കറ്റ് കൊടുക്കുക. അപ്പോൾ അത് 360 ബൈ സൈഡ്സ് ആണ്. 360 ബൈ ഈ കേസിൽ 3 ആണ്. ഞാൻ നേരത്തെ പറഞ്ഞു നമ്മൾ ട്രയാങ്കിൾ വരക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ 360 ബൈ 3 എന്ന് പറയുമ്പോൾ 120 ഡിഗ്രി ആണ് പിന്നെ ലെഫ്റ്റിലേക്ക് ടേൺ ചെയ്യാം. 120 ഡിഗ്രി ടേൺ ചെയ്യും. പിന്നെയും നമ്മൾ ഈ ഫോർ ലൂപ്പ് 3 പ്രാവശ്യം വർക്ക് ചെയ്യാമല്ലോ. അപ്പോൾ പിന്നെയും ഫോർവേഡ് 100 യൂണിറ്റ് മുന്നോട്ട് പോകും, 120 ഡിഗ്രി പിന്നെയും ടേൺ ചെയ്യും, പിന്നെയും 100 യൂണിറ്റ് മുന്നോട്ട് പോകും, 120 ഡിഗ്രി പിന്നെയും ടേൺ ചെയ്താൽ നമുക്കൊരു ട്രയാങ്കിൾ പൂർത്തിയാവും. ഓക്കെ, ഇനിയിപ്പോൾ നമ്മൾ കോൾ ചെയ്യുന്നത് ഇത് കണ്ടോ, ഞാൻ ഫംഗ്ഷൻ കോൾ ചെയ്യുക എങ്ങനെയാണ്. ഇത് നമ്മൾ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്ത് വെച്ചു. ഈ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തു. എന്നിട്ട് നമ്മൾ ഈ മെയിൻ പ്രോഗ്രാമിൽ ഷേപ്പ് എന്നാണ് നമ്മൾ ഫംഗ്ഷന്റെ പേര്. അതിൻ്റെ അകത്ത് ഇതാണ്ട സൈസും സൈഡ്സും ആണ് നമ്മൾ ആർഗ്യുമെന്റ്സ്. അപ്പോൾ ആ ആർഗ്യുമെന്റ്സ് നമ്മൾ ഇൻപുട്ടായിട്ട് അങ്ങോട്ട് നമ്മൾ ഈ ഫംഗ്ഷൻ കോൾ ചെയ്യുന്ന സമയത്ത് ഇൻപുട്ടായിട്ട് നമ്മൾ ഈ ബ്രാക്കറ്റിൽ ഇതിൻ്റെ അതേ പൊസിഷനിൽ, ഇപ്പം സൈസാണ് ആദ്യം, അതുകൊണ്ട് സൈസ് 100 എന്നുള്ളത് ആദ്യം കോമ, പിന്നെ സൈഡാണ്, അപ്പോൾ സൈഡ് 4 സൈഡ് എന്ന് പറഞ്ഞാൽ നമുക്കിത് സ്ക്വയർ ആണ് വരക്കേണ്ടത്. അപ്പോൾ 4 അതും കൊടുക്കും. അപ്പോൾ ഈ വർക്ക് നമുക്ക് ചെയ്ത് കിട്ടും. അതാണ് ചെയ്യാം. പിന്നെ ഈ കാര്യങ്ങളൊക്കെ ഞാൻ നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. ടേർട്ടിൽ ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ടേർട്ടിൽ ഡോട്ട് പെൻ സൈസ്, പെന്നിന്റെ സൈസ് 2 ആക്കി കൊടുത്തിട്ടുണ്ട്. അത് 2 വേണമെങ്കിൽ നമുക്കൊരു 6 ആക്കിയാൽ നല്ല തിക്നെസ്സിൽ വരക്കും സ്ക്വയർ. അല്ലെങ്കിൽ 6 ഒരു 8 ആയിക്കോട്ടെ, കുറച്ചുകൂടി നല്ല തിക്നെസ്സിൽ വരക്കാം. പിന്നെ ടേർട്ടിൽ സ്പീഡ് 5 ആണ്, കളറ് ബ്ലൂ ആണ് നമ്മൾ സെലക്ട് ചെയ്തത്. എന്നിട്ട് ഈ കാര്യം നമ്മളിവിടെ ഡിഫൈൻ ചെയ്തു. ഡിഫൈൻ ചെയ്തതിന് ശേഷം ഡിഫൈൻ ചെയ്തു എന്ന് പറഞ്ഞാൽ അതവിടെ ഡിഫൈൻ ചെയ്തിട്ട് അവിടെ നിൽക്കുകയാണ് ചെയ്യുക. അത് എപ്പോൾ നമ്മൾ ആ ഫംഗ്ഷൻ വിളിക്കുന്നോ ആ വിളിക്കുന്ന സമയത്ത് മാത്രമാണ് ഇത് വർക്ക് ചെയ്യുക. നമ്മളിപ്പോൾ വാഷിംഗ് മെഷീൻ വാങ്ങിക്കൊണ്ടാച്ചാൽ ആ കൊണ്ടാച്ച അവിടെ ഉണ്ടാവും. നമ്മൾ എപ്പോഴാണോ നമ്മൾ അതിലേക്ക് ഇത് എന്താ പറയുക, നമ്മളെ ഡ്രസ്സും വാഷിംഗ് പൗഡറൊക്കെ ഇട്ടിട്ട് ഓൺ ചെയ്യുന്നത് ആ സമയത്തേ അത് വർക്ക് ചെയ്യുള്ളൂ. അപ്പോൾ അതുപോലെ ഇതിവിടെ നമ്മൾ ഉണ്ടാക്കി റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. ഇനി നമ്മൾ എപ്പോൾ ഇത് കോൾ ചെയ്യുന്നോ ആ സമയത്ത് ഇത് വർക്ക് ചെയ്യാണ് ചെയ്യുക. അപ്പോൾ നമ്മളിവിടെ കോൾ ചെയ്യുന്നു 100, സൈസ് 100ഉം 4 സൈഡ്സും ആയിട്ടുള്ളത് വരക്കാൻ വേണ്ടി പറഞ്ഞു. അപ്പോൾ നമ്മൾ റൺ ചെയ്ത് നോക്കാം. നമ്മൾ എന്നിട്ട് വാഷിംഗ് മെഷീൻ്റെ സ്വിച്ച് ഓൺ ചെയ്തു. ഓക്കെ, കണ്ടോ, ഒരു സ്ക്വയർ നമുക്ക് വരച്ച് കിട്ടി. ഓക്കെ, ഇപ്രാവശ്യം നമ്മൾ സ്ക്വയറാണ് വരച്ചത്. നമ്മളിപ്പോൾ ചില സമയത്ത് ജീൻസ് ഇട്ട് കൊടുക്കും അലക്കാൻ വേണ്ടിയിട്ട്, വേറെ സമയത്ത് ചിലപ്പോൾ ബെഡ്ഷീറ്റ് ഇട്ട് കൊടുക്കും. അതുപോലെ നമ്മൾ അടുത്ത പ്രാവശ്യം എന്ത് ചെയ്യാണ്, 100 യൂണിറ്റ് ഉള്ളത് നമ്മളൊരു 200 യൂണിറ്റ്, കുറച്ചും കൂടി വലിയ സൈസുള്ള സൈസ് 200 ആണ് ഇപ്പോൾ കൊടുക്കുന്നത്. നമ്മളൊരു ഹെക്സഗണാണ് നമുക്ക് വരക്കേണ്ടത്. 6 സൈഡുള്ള ഒരു ഷേപ്പാണ് നമുക്ക് വരക്കേണ്ടത്. അപ്പോൾ അത് നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ കണ്ടോ, ഹെക്സഗൺ വരച്ചു. നമ്മൾ എന്താണോ ഇൻപുട്ട് കൊടുക്കുന്നത് അത് നമുക്ക് ചെയ്ത് ഇങ്ങോട്ട് തിരിച്ചു തരികയാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഫംഗ്ഷൻ നമുക്ക് അങ്ങനെ ഡിഫൈൻ ചെയ്ത് വെക്കാം. എന്നിട്ട് ആവശ്യമുള്ളപ്പോൾ നമുക്ക് ഉപയോഗിക്കാം. ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിൽ തന്നെ ഒരു ഷേപ്പും കൂടി വരക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഇപ്പോൾ ഷേപ്പ് വേറെ സ്ഥലത്ത് നമ്മൾ ഷേപ്പ് വിളിക്കുകയാണ്. എന്നിട്ട് അതിൽ എന്താ പറയുക 100 കോമ അത് നമുക്കൊരു സ്ക്വയർ വരച്ചാലോ, 4 സ്ക്വയർ വരക്കുന്നു. അപ്പോൾ ഇതിൽ ഒരു ഹെക്സഗണും വരക്കും ഒരു സ്ക്വയറും വരക്കും. അതിൽ തന്നെ വേണമെങ്കിൽ ഇതിൻ്റെ കളർ വേണമെങ്കിൽ നമുക്ക് മാറ്റാം. ടേർട്ടിൽ സ്ക്വയർ വരക്കുന്നതിന് മുന്നേ ടേർട്ടിൽ ഡോട്ട് കളർ നമുക്ക് മാറ്റിയിട്ട് വേറൊരു കളർ കൊടുക്കാം, റെഡ് ആക്കാം. ഓക്കെ, റെഡ് കൊടുത്താൽ റെഡ് കളറിലാണ് ആ സ്ക്വയർ വരക്കാം. ഇപ്പോൾ വരച്ചത് നമുക്ക് ഒഴിവാക്കാം. ക്ലോസ് ചെയ്തു. എന്നിട്ട് നമ്മൾ ഇത് റൺ ചെയ്യാണ്. അപ്പോൾ ഒരു ഹെക്സഗണും വരക്കും. 2 പ്രാവശ്യം കോൾ ചെയ്തല്ലോ, ഷേപ്പ് ഈ വാല്യൂ കൊടുത്തിട്ടും കോൾ ചെയ്തു, അത് കഴിഞ്ഞിട്ട് ഈ വാല്യൂ കൊടുത്തിട്ടും കോൾ ചെയ്തു. അപ്പോൾ എപ്പോൾ കോൾ ചെയ്താലും അത് ചെയ്യാന്നുള്ളതാണ് എൻ്റെ പണി. ആദ്യം ഒരു ഹെക്സഗൺ വരച്ചു, പിന്നെ ഒരു സ്ക്വയറും വരച്ചു. ഓക്കെ, 2 കാര്യം ചെയ്തു. ഇനി ഇതിൽ മറ്റൊരു കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഇവിടെ
വി ക്യാൻ ചേഞ്ച് നമ്പർ ഓഫ് സൈഡ്സ് ഫോർ സ്ക്വയർ പെൻറ്റഗൺ എക്സെട്ര എന്നുള്ളൊരു ഒരു 2 ലൈന് ഞാനിവിടെ എഴുതി വെച്ചിരിക്കുന്നു. നമ്മളിപ്പോൾ ഒരു ഫംഗ്ഷൻ എഴുതുക. ഫംഗ്ഷൻ എഴുതുക എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കുമല്ലോ പുതുതായിട്ട് ഒരു ഫംഗ്ഷൻ എഴുതുക. നമുക്ക് എന്ത് ഫംഗ്ഷനും നമുക്ക് ആവശ്യമുള്ള ഒരു ഫംഗ്ഷന് ഇതുപോലെ നമുക്ക് ഡിഫൈൻ ചെയ്ത് വെക്കാം. അപ്പോൾ നമ്മളത് പിന്നെ ഫ്യൂച്ചറിൽ ഉപയോഗിക്കുമ്പോൾ അല്ലെങ്കിൽ വേറൊരാൾ ഈ കോഡ് ഉപയോഗിക്കുമ്പോൾ ആ ഫംഗ്ഷൻ എന്തിന് വേണ്ടിയിട്ടുള്ള എന്നുള്ളത് ജസ്റ്റ് കോഡ് മാത്രം നോക്കിയാൽ ചിലപ്പോൾ പെട്ടെന്ന് മനസ്സിലാവില്ല. ഞാനിപ്പോൾ ഇതിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നുകൊണ്ട് നിങ്ങൾക്ക് എന്താണെന്ന് മനസ്സിലായി. നേരെ മറിച്ച് വലിയ കോഡൊക്കെ ആണെങ്കിൽ ഒരാൾക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള സ്ഥലങ്ങളിൽ ഇങ്ങനെ ഡോക്യുമെന്റേഷൻ ചെയ്യാം. എന്ന് പറഞ്ഞാൽ കറക്റ്റ് എന്താണത്, എന്തിനു വേണ്ടിയിട്ടുള്ളതെന്നൊക്കെ നമുക്ക് പ്രോഗ്രാമിൻ്റെ ഇടയിൽ തന്നെ എഴുതി വെക്കാം. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഈ ട്രിപ്പിൾ കോഡ്സ് പിന്നെ ഡബിൾ കോഡ്സിന്റെ 3 പ്രാവശ്യം ഇട്ടതായിട്ട് കാണാം. ഈ ഡബിൾ കോഡ്സിന് പകരം നമുക്ക് വേണമെങ്കിൽ സിംഗിൾ കോഡ്സ് ഉപയോഗിക്കാം. 3 പ്രാവശ്യം സിംഗിൾ കോഡ്സ് ഇട്ടാൽ അതും ഓക്കെയാണ്. അപ്പോൾ അത് സ്റ്റാർട്ട് വിത്ത് 3 കോഡ്സ് ആൻഡ് എൻഡ് വിത്ത് 3 കോഡ്സ് എന്ന് പറഞ്ഞാൽ പിന്നെ തുടക്കവും അവസാനവും 3 കോഡ്സ് ഉപയോഗിച്ചാൽ അതിൻ്റെ ഇടയിൽ നമുക്ക് എത്ര ലൈന് വേണമെങ്കിലും നമുക്കിവിടെ പിന്നെ എഴുതാം. ഓക്കെ, ഇവിടെ നമുക്ക് ഷേപ്പ് എന്ത് വേണമെങ്കിലും 3, 4, 5 ലൈനുകൾ നമുക്ക് പിന്നെ അവിടെ പിന്നെ ഇതിൽ എഴുതാവുന്നതാണ്. അപ്പോൾ നമുക്ക് എടുത്തു നോക്കുമ്പോൾ ഈ ഫംഗ്ഷൻ എന്തിനു വേണ്ടിയിട്ടുള്ളതെന്ന് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇതുപോലെ ലൈൻസ് നമുക്ക് ഇവിടെ വേണമെങ്കിലും ഇവിടെ എവിടെ വേണമെങ്കിലും പ്രോഗ്രാമിൻ്റെ ഇടയിൽ എഴുതാവുന്നതാണ്. അത് റൺ ചെയ്യുമ്പോൾ ജസ്റ്റ് അവിടെ കമൻസ് ആയിട്ട് അവിടെ കിടന്നോളൂ. ഓക്കെ, ഇനി ഞാൻ വേറൊരു ഉദാഹരണം കൂടി കാണിച്ചു തരാം. അതിൽ നമുക്ക് വേറെ കുറച്ച് കാര്യങ്ങൾ കൂടി ചെയ്യാം. ഞാനിവിടെ ഒരു പുതിയൊരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാണ്. എന്തിനു വേണ്ടിയിട്ടാണ് ആ ഫംഗ്ഷൻ? സം ചെയ്യാൻ വേണ്ടിയിട്ട്, 2 നമ്പറുകൾ സം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഫംഗ്ഷൻ എഴുതുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് ആർഗ്യുമെന്റ്സ് കൊടുക്കണം. നമ്മളിപ്പോൾ സം ചെയ്യണമെങ്കിൽ 2 നമ്പർ കൊടുത്താലല്ല അത് സം ചെയ്യുക. അപ്പോൾ നമുക്ക് ഇൻപുട്ടായിട്ട് നമുക്ക് 2 നമ്പർ എടുക്കാം. എന്നിട്ട് അത് ഇവിടത്തേക്ക് പിന്നെ ഏത് നമ്പറാണോ ആവശ്യമുള്ള നമ്പർ നമുക്ക് ഇവിടത്തേക്ക് പാസ് ചെയ്താൽ നമുക്കതിൻ്റെ സമ്മ് നമുക്ക് റിസൾട്ട് തരുന്ന അല്ലെങ്കിൽ പ്ലസ് ചെയ്താൽ കിട്ടുന്ന റിസൾട്ട് നമുക്ക് തരുന്ന ഒരു ഫംഗ്ഷനാണ് ഞാനിവിടെ എഴുതുന്നത്. അപ്പോൾ എ കോമ ബി എന്തായാലും 2 നമ്പർ വേണമല്ലോ. അപ്പോൾ അതിന് നമുക്ക് ആർഗ്യുമെന്റ്സ് എഴുതുമ്പോൾ 2 നമ്പേഴ്സ് അവിടെ പിന്നെ റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ട് 2 ആർഗ്യുമെന്റ്സ് നമുക്ക് അവിടെ എഴുതാം. എന്നിട്ട് എൻ്റർ ചെയ്താൽ ഉണ്ടോ ഇൻഡന്റേഷനോട് കൂടി ഡിഫൈൻ ചെയ്യുമ്പോൾ നമ്മൾ ഇൻഡന്റേഷനോട് കൂടിയാണ് പിന്നെ ബാക്കിയുള്ള ലൈനുകൾ എഴുതുക. നമ്മളത് ഫസ്റ്റ് തന്നെ എന്ത് ചെയ്യുക, ജസ്റ്റ് പ്രിന്റ് ചെയ്ത് വെക്കുക. നമുക്ക് എയും ബിയും ഫസ്റ്റ് അങ്ങ് പ്രിന്റ് ചെയ്യാം. കോമ എ പ്രിന്റ് ചെയ്തു. നമുക്ക് അവിടെ കിട്ടുന്ന വാല്യൂ ജസ്റ്റ് അവിടെ നമ്മൾ പ്രിന്റ് ചെയ്യാണ്. പ്രിന്റ് ചെയ്തു. അതുപോലെ തന്നെ നമുക്ക് ബിയും പ്രിന്റ് ചെയ്യാം. കോമ ബിയും നമ്മളവിടെ പ്രിന്റ് ചെയ്യാണ്. ഓക്കെ, എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ഇൻപുട്ട് കിട്ടുന്നത് രണ്ടും എന്താണെന്നുള്ളത് നമ്മൾ അവിടെ കാണിക്കുകയാണ്. നമ്മൾ കാണേണ്ടത് എന്താണ്? ടോട്ടലാണ് നമ്മളിവിടെ കണ്ടുപിടിക്കുന്നത്. ടോട്ടൽ ഈക്വൽ ടു പിന്നെ എയും ബിയും ആഡ് ചെയ്താൽ മതിയല്ലോ. എ പ്ലസ് ബി എന്നുള്ളതാണ് നമ്മളുടെ ടോട്ടൽ. എന്നിട്ട് നമ്മൾ അതിൻ്റെ റിസൾട്ട് നമുക്ക് അവിടെ തന്നെ വേണേൽ പ്രിന്റ് ചെയ്യാം. പ്രിന്റ് ടോട്ടൽ ഈസ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ആ ടോട്ടൽ നമുക്ക് അവിടെ തന്നെ പ്രിന്റ് ചെയ്യുകയും ചെയ്യാം. ഓക്കെ, ടോട്ടൽ നമുക്ക് അവിടെ തന്നെ പ്രിന്റ് ചെയ്യാമല്ലോ. അപ്പോൾ പ്രിന്റ് ചെയ്തു. ഇനി നമുക്ക് ഈ ഫംഗ്ഷൻ നമുക്ക് പിന്നെ ഇവിടുന്ന് കോൾ ചെയ്താലാണല്ലോ ഈ കാര്യം ചെയ്യാം. അപ്പോൾ സമ്മ് എത്രയാ 20, 30 ഇത് ഇങ്ങനെ കോൾ ചെയ്താൽ നമ്മൾ ഈ ഫംഗ്ഷൻ കോൾ ചെയ്യാണ്. ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പോൾ ഈ കാര്യം ചെയ്ത് ഈ ഇതിലുള്ള കാര്യം ചെയ്യും. ഓക്കെ, നമ്മളിത് ഡിഫൈൻ ചെയ്ത് വെച്ചു. എന്നിട്ട് ഈ ഫംഗ്ഷൻ ഇങ്ങനെ കോൾ ചെയ്താലേ ഈ കാര്യം ചെയ്യുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞില്ല, വാഷിംഗ് മെഷീനിൽ സാധനം ഇട്ടിട്ട് പിന്നെ ഡ്രസ്സ് ഇട്ട് വാഷിംഗ് പൗഡർ ഇട്ട് എന്നിട്ട് സ്വിച്ച് ഓൺ ചെയ്യുമ്പോഴാണ് അത് ചെയ്യുക. അതേപോലെ നമ്മൾ ഇതിൽ പിന്നെ 20 ഇട്ട് 30 ഇട്ട് 20, 30 എന്ന് പറയുന്നത് എയും ബിയും ആണ്. അത് ഇതേ ഓർഡറിൽ തന്നെയാണ് നമ്മളിവിടെ കൊടുക്കേണ്ടത്. അപ്പോൾ എയും ബിയും ഇട്ട് നമ്മൾ എന്നിട്ട് സ്വിച്ച് ഇടുകയാണ്. റൺ ചെയ്തു. റൺ ചെയ്താൽ
റൺ ചെയ്ത് ഞാനത് ആ ഫയൽ സേവ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പം സേവ് ചെയ്യണമല്ലോ, ഞാൻ പുതുതായിട്ടൊരു ഫയൽ ക്രിയേറ്റ് ചെയ്തതാണ്. അപ്പോൾ അത് നമുക്ക് ഗിറ്റ്ഹബ് ഈ ഫോൾഡറിൽ സേവ് ചെയ്യാം. സം എൻ എന്നുള്ള പേരിലാണ്, അല്ലെങ്കിൽ samnum.py എന്ന പേരിൽ നമുക്ക് സേവ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ നമുക്ക് റൺ ചെയ്ത് കാണാം. ഇതാണ്ടോ, നമ്മൾ എയും ബിയും 20യും 30യും ആണ് കൊടുത്തത്. അത് ആ ഫംഗ്ഷനിലേക്ക് എടുത്തിട്ട് എ എന്നുള്ളത് പ്രിന്റ് ചെയ്ത് 20ന്ന്, ബി എന്നുള്ളത് 30 പ്രിന്റ് ചെയ്തു. ദ ടോട്ടൽ ഈസ് 50. അത് രണ്ടും കാൽക്കുലേറ്റ് ചെയ്തിട്ട് 50 എന്നുള്ളത് അവിടെ പ്രിന്റ് ചെയ്തു, ആ ഫംഗ്ഷൻ്റെ അകത്ത് തന്നെ പ്രിന്റ് ചെയ്തു. ഇനി നമ്മൾ ആ റിട്ടേൺ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. നമ്മൾ ഒരു ഫംഗ്ഷൻ എഴുതുമ്പോൾ പിന്നെ നമ്മളിപ്പോൾ ഇവിടെ ഫംഗ്ഷൻ കോൾ ചെയ്യാണ്, ഇവിടെ ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പോൾ ഇതങ്ങ് ചെയ്തു, അത്രേ ഉള്ളൂ. നേരെ മറിച്ച് നമുക്ക് വേണമെങ്കിൽ ഈ വാല്യൂ ഇങ്ങോട്ടേക്ക് റിട്ടേൺ ചെയ്യാം. ഈ റിസൾട്ട് നമുക്ക് ആവശ്യമുള്ള റിസൾട്ട് ഇങ്ങോട്ടേക്ക് എടുക്കാം. ഇപ്പോൾ റിസൾട്ട് എന്നുള്ള ഒരു പിന്നെ വേരിയബിൾ ഞാൻ ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ട് പിന്നെ അതിലേക്ക് ഈ സമ്മ് ഇങ്ങോട്ടേക്ക്, ഞാനിവിടെ ഈ സമ്മ് എന്നുള്ള ഫംഗ്ഷൻ കോൾ ചെയ്യാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ കോൾ ചെയ്യുമ്പോൾ പിന്നെ ഈ ഫംഗ്ഷൻ ചെയ്തിട്ട് ഒരു റിസൾട്ട് നമുക്ക് ഇങ്ങോട്ടേക്ക് കിട്ടണം. അങ്ങനെ വേണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ എന്ത് ചെയ്യണം, ഇവിടെ റിട്ടേൺ ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം റിട്ടേൺ എന്ത് റിട്ടേൺ ചെയ്യണം, ആ ടോട്ടൽ എന്നുള്ള വേരിയബിൾ ഉണ്ടല്ലോ, ആ ടോട്ടൽ ഇങ്ങോട്ടേക്ക് റിട്ടേൺ ചെയ്താൽ ആ ടോട്ടലിൽ ഇപ്പോൾ A+B ചെയ്തിട്ട് എന്താണോ കിട്ടിയത് അത് നമുക്ക് ഇവിടത്തേക്ക് കിട്ടും. ആ കിട്ടുന്ന വാല്യൂ നമുക്ക് ഈ റിസൾട്ടിലേക്ക് അസൈൻ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് അത് വേണമെങ്കിൽ നമുക്ക് ഇവിടെ പ്രിന്റ് ചെയ്യാം. പ്രിന്റ് ദ റിസൾട്ട് ഈസ് എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ നമുക്ക് അവിടെ റിസൾട്ട് പ്രിന്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് അവിടത്തേക്ക് നമ്മൾ ഈ 20, 30 അങ്ങോട്ടേക്ക് കൊടുത്തു. ആ കൊടുത്ത സാധനം റിസൾട്ട് ഫൈൻഡ് ഔട്ട് ചെയ്തു. അതിൻ്റെ ഇടയിൽ തന്നെ എ പ്രിന്റ് ചെയ്തു, ബി പ്രിന്റ് ചെയ്തു, ടോട്ടൽ കണ്ടുപിടിച്ചു. ടോട്ടൽ കണ്ടുപിടിച്ചതിന് ശേഷം ടോട്ടൽ ഈസ് എന്ന് പറഞ്ഞിട്ട് ആ ടോട്ടൽ അവിടെ പ്രിന്റ് ചെയ്തു. എന്നിട്ട് ആ സാധനം നമ്മൾ പിന്നെ ഇതാ റിട്ടേൺ ടോട്ടൽ, ഈ ടോട്ടൽ തന്നെ നമുക്ക് ഇങ്ങോട്ടേക്ക് തരികയാണ്. അത് നമ്മൾ റിസൾട്ടിലേക്ക് അസൈൻ ചെയ്തു. ആ റിസൾട്ട് നമ്മൾ ഇതിന് പുറത്ത് പ്രിന്റ് ചെയ്യുകയും ചെയ്തു. അല്ലെങ്കിൽ നമുക്ക് ഇതിൻ്റെ അകത്തുള്ളത് വേണമെങ്കിൽ തൽക്കാലം ഇവിടെ ഒരു ഹാഷ് അടിച്ചാൽ അത് കമൻ്റ് ആയി പോകും. ഇപ്പം അത് വർക്ക് ചെയ്യൂല. ഈ റിസൾട്ട് നമ്മളിപ്പം പുറത്ത് മാത്രം പ്രിന്റ് ചെയ്യും. ഓക്കെ, ഞാൻ റൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിൽ ഇവിടെ കാണാം 20, 30. ദ റിസൾട്ട് ഈസ് 50 എന്ന് പറഞ്ഞിട്ട് റിസൾട്ട് ഈസ് 50 നമ്മൾ പുറത്താണ് കൊടുത്തത്. നേരത്തെ ടോട്ടൽ ഈസ് എന്ന് പറഞ്ഞിട്ടാണ് ഉള്ളിൽ നമ്മൾ കൊടുത്തത്. അപ്പം പുറത്ത് നമുക്ക് റിസൾട്ട് ഈസ് 50 ആ റിട്ടേൺ ചെയ്ത വാല്യൂ പിന്നെ ഇവിടെ പ്രിന്റ് ചെയ്ത് കാണിക്കുന്നത് നമുക്ക് കാണാം. ഓക്കെ, ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി പറയാം. പിന്നെ ഗ്ലോബൽ വേരിയബിൾ, ലോക്കൽ വേരിയബിൾ എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ പിന്നെ ഈ ഫംഗ്ഷൻ അകത്ത് നമ്മൾ എന്തെങ്കിലും പുതിയ വേരിയബിൾ എഴുതുകയൊക്കെ ചെയ്താൽ അതിന് ലോക്കൽ വേരിയബിൾ എന്നാണ് പറയാം. അഥവാ ഇപ്പോൾ ടോട്ടൽ എന്നുള്ളത് നമ്മൾ ഈ ഫംഗ്ഷൻ അകത്ത് എഴുതിയൊരു വേരിയബിൾ ആണ്. അപ്പോൾ ഇത് ഈ ഫംഗ്ഷൻ അകത്ത് മാത്രമേ അതിന് നിലനിൽപ്പുള്ളൂ. ഓക്കെ, ഇപ്പോൾ നമ്മളിവിടെ ദ ടോട്ടൽ ഈസ് എന്ന് പറഞ്ഞിട്ട് നമ്മളിവിടെ പ്രിന്റ് ചെയ്തു, അത് നമുക്ക് അവിടെ കിട്ടും. ഓക്കെ, ദ ടോട്ടൽ എന്ന് പറഞ്ഞിട്ട് ആ ടോട്ടൽ അവിടെ പ്രിന്റ് ചെയ്യും. നേരെ മറിച്ച് ഈ ടോട്ടൽ ഞാൻ ഇവിടെ പ്രിന്റ് ചെയ്യാൻ ശ്രമിച്ചാൽ ഇപ്പോൾ പ്രിന്റ് എന്നിട്ട് നമ്മൾ ടോട്ടൽ അല്ലെങ്കിൽ ദ ടോട്ടൽ ഔട്ട്സൈഡ് ഫംഗ്ഷൻ്റെ ഔട്ട്സൈഡ് ആണല്ലോ, ഔട്ട്സൈഡ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പ്രിന്റ് ചെയ്യാണ്. എന്നിട്ട് നമ്മളിവിടെ ടോട്ടൽ എന്ന് കൊടുത്തു. ടോട്ടൽ നമ്മൾ ഡിഫൈൻ ചെയ്ത ഫംഗ്ഷൻ അകത്താണ്. ടോട്ടൽ നമ്മൾ ആ ടോട്ടൽ വേരിയബിൾ തന്നെ ഇവിടെ പ്രിന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാം എന്താ വരുന്നത്. അങ്ങനെ പ്രിന്റ് ചെയ്യാൻ നോക്കിയാൽ നമുക്കൊരു എറർ കിട്ടും. അപ്പോൾ എററിൽ
പിന്നെ പ്രിന്റ് ടോട്ടൽ ഔട്ട്സൈഡ് ടോട്ടൽ നമുക്കിവിടെ കാണാം. നെയിം എറർ, നെയിം ടോട്ടൽ ഈസ് നോട്ട് ഡിഫൈൻഡ്. ടോട്ടൽ നോട്ട് ഡിഫൈൻഡ്. ടോട്ടൽ ശരിക്ക് അവിടെ ഡിഫൈൻ ചെയ്തിട്ടില്ല. ടോട്ടൽ ആ ഫംഗ്ഷന്റെ അകത്തേ ഡിഫൈൻ ചെയ്തിട്ടുള്ളൂ. അതിന്റെ അകത്ത് നമുക്ക് പ്രിന്റ് ചെയ്യോ എന്ത് വേണമെങ്കിലും കാൽക്കുലേറ്റ് ചെയ്യോ ഒക്കെ ചെയ്യാം. പക്ഷെ അതിന് പുറത്ത് ഈ ടോട്ടൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റൂല. അപ്പോൾ അത് ഒരു ലോക്കൽ വേരിയബിൾ ആണ്. ലോക്കൽ ടു ദാറ്റ് ഫംഗ്ഷൻ. ആ ഫംഗ്ഷന്റെ ഒരു ലോക്കൽ ആയിട്ടുള്ള വേരിയബിൾ ആണ്. നേരെ മറിച്ച് നമ്മൾ പുറത്താണ് ഇത് എഴുതിയെങ്കിൽ പിന്നെ അത് ഗ്ലോബൽ വേരിയബിൾ ആയിരിക്കും. ഇപ്പം ഇതിൽ പിന്നെ ഇതാണ് ടോട്ടൽ. നമ്മളിപ്പോൾ ഇവിടെ എഴുതിയത് ഇത് ടോട്ടൽ നമ്മൾ ഡിഫൈൻ ചെയ്തത് ഇവിടെയാണ്. ഒരു മിനിറ്റ്, അതല്ല നമ്മളുടേത് സമനം. ഓക്കെ, ഇതാണ്. പിന്നെ നമ്മളിവിടെ ഇതാ ടോട്ടൽ നമ്മൾ ഇവിടെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അത് നമ്മൾ ഇവിടെ പുറത്ത് ഡിഫൈൻ ചെയ്തിട്ടില്ല. അപ്പം അതുകൊണ്ട് ഇത് ഒരു ലോക്കൽ വേരിയബിൾ ആണ്. നേരെ മറിച്ച് ഇതിൻ്റെ പുറത്ത് നമ്മൾ ഇവിടെയാണ് ഡിഫൈൻ ചെയ്തതെങ്കിൽ, അല്ലെങ്കിൽ ഇതിൻ്റെ പുറത്ത് ഇതിൻ്റെ മുന്നെയാണ് ഡിഫൈൻ ചെയ്തതെങ്കിൽ, ഇപ്പോൾ ഇവിടെ നമ്മൾ ടോട്ടൽ ഈക്വൽ ടു 12 അല്ലെങ്കിൽ ടോട്ടൽ ഈക്വൽ ടു 0 എന്ന് കൊടുത്തു. അങ്ങനെയാണെങ്കിൽ ഈ ടോട്ടൽ വേറെയാണ് യഥാർത്ഥത്തിൽ. ഈ ടോട്ടൽ വേറെയാണ്. ഈ ഫംഗ്ഷൻ്റെ അകത്തുള്ള ടോട്ടൽ വേറെയാണ്. ഈ ടോട്ടൽ വേറെയാണ്. നമുക്കിനി ഒന്നും കൂടി പ്രിന്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഈ ടോട്ടലിന്റെ വാല്യൂ എന്താണോ ആ റിസൾട്ട് അത് കാണിക്കുകയും ഇവിടെ പുറത്തുള്ളത് ഈ വാല്യൂ ആണ് കാണിക്കുക. അത് നമ്മൾ നോക്കി നോക്കാം. ഇത് ഗ്ലോബൽ വേരിയബിൾ ആണ്. നമ്മൾ പുറത്താണ് ഡിഫൈൻ ചെയ്തത്. അപ്പോൾ ഇതിൽ നോക്ക്, ഇപ്പോൾ 20, എന്റെ വാല്യൂ 20, ബിന്റെ വാല്യൂ 30, ദ ടോട്ടൽ ഈസ് 50, ദ റിസൾട്ട് ഈസ് 50, ദ ടോട്ടൽ ഔട്ട്സൈഡ് 0. ഉണ്ടോ? നമ്മൾ ഔട്ട്സൈഡ് ഗ്ലോബൽ വേരിയബിൾ ആയിട്ട് എവിടെ ഉപയോഗിക്കാവുന്ന രീതിയിൽ നമ്മൾ ടോട്ടൽ ഡിഫൈൻ ചെയ്തിട്ടുള്ളത് പിന്നെ 0 എന്നാണ് ഫസ്റ്റിൽ സ്റ്റാർട്ടിങ്ങിൽ എഴുതിയല്ല. അങ്ങനെ പിന്നെ ഇതാണ് ടോട്ടൽ 0 എന്നാണ് നമ്മളിവിടെ പിന്നെ എഴുതിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഇത് ഗ്ലോബൽ വേരിയബിൾ ആയിട്ടാണ് ഡിഫൈൻ ചെയ്തത്. ഇതിൻ്റെ അകത്തുള്ള ഈ ടോട്ടൽ എന്ന് പറയുന്നത് ലോക്കലാണ്. ഈ ഫംഗ്ഷനെ സംബന്ധിച്ചിടത്തോളം ലോക്കൽ ആയിട്ടുള്ളൊരു വേരിയബിൾ ആണ്. അതാണ് ഗ്ലോബൽ വേരിയബിളും ലോക്കൽ വേരിയബിളും. ഇനിയിപ്പോൾ ഇത് വേണമെങ്കിൽ നമുക്കൊന്നും കൂടി ഭംഗിയാക്കിയിട്ട് ഇതിപ്പോൾ നമ്മൾ റിസൾട്ട് സം പിന്നെ 20 അല്ലെങ്കിൽ ഒരു വാല്യൂ അവിടെ കൊടുക്കുകയാണ്. നമുക്ക് വേണമെങ്കിൽ യൂസർ എടുത്തുന്ന ഒരു ഇൻപുട്ട് എടുത്തിട്ട് അത് ഏത് നമ്പർ നമ്മൾ ഇൻപുട്ട് കൊടുത്താലും അത് നമുക്ക് റിസൾട്ട് തരുന്ന രീതിയിൽ ചെയ്യാമല്ലോ. ഓക്കെ, നമുക്കിത് ഒഴിവാക്കാം. അതുപോലെ ഞാൻ ഈ ടോട്ടൽ ഗ്ലോബൽ വേരിയബിളായിട്ട് ഡിക്ലെയർ ചെയ്ത് ഒഴിവാക്കുകയാണ്. ഇനി നമുക്ക് ഇവിടെ യൂസർ എടുത്തുന്ന ഇൻപുട്ട് റിസീവ് ചെയ്യാണ്. ഇപ്പോൾ എക്സ് എന്നുള്ള വാല്യൂവിൽ എക്സ് ഈക്വൽ ടു എന്താണ്, നമുക്ക് ഇൻപുട്ട് റിസീവ് ചെയ്യാണ്. ഇൻറ്റിജർ ആയിട്ടാണ് റിസീവ് ചെയ്യുന്നത്. ഇൻപുട്ട് ഇൻറ്റിജർ ആക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞു സ്ട്രിങ് ആയിട്ടാണ് ഇൻപുട്ട് കിട്ടുക. അത് നമുക്ക് ഇൻറ്റിജർ ആക്കി മാറ്റണം, എന്നാലേ ഇൻറ്റിജർ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഇൻറ്റിജർ പിന്നെ ഇതിൽ എൻ്റർ ചെയ്യാൻ പറയാണ്. എൻ്റർ ഫസ്റ്റ് നമ്പർ എൻ്റർ ചെയ്യാൻ വേണ്ടി പറഞ്ഞു. എൻ്റർ ചെയ്യാൻ പറഞ്ഞു. നമ്മൾ ഇൻറ്റിൻ്റെ ഇത് രണ്ടും ക്ലോസ് ചെയ്യണം. ഇത് രണ്ട് ബ്രാക്കറ്റ് കൂടെ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ 2 ബ്രാക്കറ്റ് കൂടെ ക്ലോസ് ചെയ്യണം. ഇനി നമുക്ക് ഇതേപോലെ തന്നെ നമുക്കൊരു നമ്പറും കൂടി ഇൻപുട്ടായിട്ട് കിട്ടണമല്ലോ. കൺട്രോൾ C അടിച്ചാൽ കോപ്പി ചെയ്യാം, കൺട്രോൾ V അടിച്ചാൽ പേസ്റ്റ് ചെയ്യും. അപ്പോൾ അവിടെ നമുക്ക് y എന്നുള്ള പുതിയൊരു വേരിയബിളിലേക്ക് നമുക്ക് ഇൻപുട്ട് റിസീവ് ചെയ്യാണ്. അത് നമ്മളിവിടെ പിന്നെ അതിലേക്ക് എന്ത് ചെയ്യണം, സെക്കൻഡ് നമ്പർ അതിലേക്ക് എൻ്റർ ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെടുകയാണ്. അപ്പോൾ നമ്മളിവിടെ നേരത്തെ നമ്മളൊരു വാല്യൂ കൊടുത്താണ് 20 അല്ലെങ്കിൽ 20, 30 എന്നുള്ളത് നമ്മളിവിടെ കൊടുത്താണ്. അതിന് പകരം നമുക്കിപ്പോൾ ഇൻപുട്ട് കിട്ടിയ എക്സ് ഉണ്ടല്ലോ, ഇൻപുട്ട് നമ്മൾ കീബോർഡിലൂടെ എൻ്റർ ചെയ്ത വാല്യൂ എക്സ് എന്നുള്ള വേരിയബിളിൽ സേവ് ചെയ്തിട്ടുണ്ട്. അതുപോലെ y എന്നുള്ള വേരിയബിളിൽ അടുത്ത രണ്ടാമത്തെ സെക്കൻഡ് ഇൻപുട്ട്
അതും സേവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ എക്സും വൈയും നമുക്ക് സമ്മ് ചെയ്യാൻ വേണ്ടിയിട്ട് കോൾ ചെയ്യാം. ഈ ഫംഗ്ഷൻ കോൾ ചെയ്യാം വിത്ത് വാല്യൂസ് എക്സ് ആൻഡ് വൈ. എക്സും വൈയും നമ്മൾ വാല്യൂ കൊടുത്തുകൊണ്ട് ഇത് പിന്നെ ഈ ഫംഗ്ഷൻ നമുക്ക് കോൾ ചെയ്യാം. അപ്പോൾ നമ്മൾ ഏത് ഇൻപുട്ടാണോ നമ്മൾ കൊടുത്തത് അപ്പോൾ അതിൻ്റെ സമ്മ് കണ്ടിട്ട് ആ റിസൾട്ട് നമുക്ക് പ്രിന്റ് ചെയ്ത് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. അത് റൺ ചെയ്ത് ഉണ്ടാവും. എൻ്റർ ഫസ്റ്റ് നമ്പർ, നമുക്ക് ഏത് നമ്പറും എത്ര വലുത് വേണമെങ്കിലും അത് എഴുതാം. നമുക്ക് 333 എന്ന് ഫസ്റ്റ് നമ്പർ എൻ്റർ ചെയ്തു. ഇനിയിപ്പോൾ 666 എന്ന് സെക്കൻഡ് നമ്പർ എൻ്റർ ചെയ്തു. അപ്പോൾ എ എന്നുള്ളത് 333 ആണ്, ബി 666 ആണ്, ടോട്ടൽ ഈസ് 999. നമ്മൾ അതിൻ്റെ അകത്ത് ടോട്ടൽ പ്രിന്റ് ചെയ്തിട്ടുണ്ട്. ദ റിസൾട്ട് ഈസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ റിട്ടേൺ ചെയ്ത വാല്യൂ പുറത്തും നമ്മൾ പ്രിന്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ അപ്പോൾ അകത്തുള്ള വേണമെങ്കിൽ നമുക്ക് ഒഴിവാക്കാം, അല്ലെങ്കിൽ നിലനിർത്താം. ഏതെങ്കിലും ഒരു സ്ഥലത്ത് ചെയ്താൽ മതിയെങ്കിൽ ഇതാവശ്യമില്ല. നമ്മൾ റിട്ടേൺ ചെയ്തിട്ട് ടോട്ടൽ റിട്ടേൺ ചെയ്യുന്നുണ്ട്. ആ റിട്ടേൺ ചെയ്ത വാല്യൂ റിസൾട്ടിലേക്ക് അസൈൻ ചെയ്യുന്നുണ്ട്. ആ റിസൾട്ട് നമ്മളിവിടെ പ്രിന്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഫംഗ്ഷനെ കുറിച്ച് പിന്നെ കാര്യം മനസ്സിലായിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. ഇതുപോലെ നമുക്ക് ഈ ഡിഫൈൻ ഇങ്ങനെ അതിൻ്റെ ഫോർമാറ്റ് ഇങ്ങനെയാണ്. ഇതിൻ്റെ അകത്ത് നമുക്ക് എത്ര വലിയ ഫംഗ്ഷൻ നമുക്ക് എഴുതാം. ആ ഫംഗ്ഷൻ നമുക്ക് ആവശ്യമുള്ള സമയത്ത് ഉപയോഗിക്കാം. ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ ഈ ആർഗ്യുമെന്റ്സ് ഇത് കറക്റ്റ് ഓർഡറിൽ ആർഗ്യുമെന്റ്സ് എന്താണോ അങ്ങോട്ടേക്ക് പാസ് ചെയ്യേണ്ടത്. ഫംഗ്ഷൻ കോൾ ചെയ്യുന്ന സമയത്ത് ആ ഇൻപുട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഡ്രസ്സും വാഷിംഗ് പൗഡറും ഇട്ട് കൊടുക്കുന്നത് പോലെ എന്താണോ നമുക്ക് അങ്ങോട്ട് കൊടുക്കാനുള്ള അത് അങ്ങോട്ടേക്ക് പാസ് ചെയ്താൽ അത് ഉപയോഗിച്ചുകൊണ്ട് ഈ ഫംഗ്ഷൻ ചെയ്യും. എന്നിട്ട് നമുക്ക് റിട്ടേൺ ചെയ്യണമെങ്കിൽ എന്തെങ്കിലും റിട്ടേൺ ചെയ്യണമെങ്കിൽ ഇതിൽ നിന്ന് കണ്ടുപിടിക്കുന്ന എന്തെങ്കിലും വാല്യൂ നമുക്ക് റിട്ടേൺ ചെയ്യാം. ആ റിട്ടേൺ ചെയ്യുന്ന വാല്യൂ നമുക്കിവിടെ റിസീവ് ചെയ്തിട്ട് അവിടെ പ്രിന്റ് ചെയ്യോ അല്ലെ വേറെ എന്തെങ്കിലും ആവശ്യത്തിന് ഉപയോഗിക്കുകയോ എന്ത് വേണമെങ്കിലും നമുക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ സംശയങ്ങൾ നിങ്ങൾക്ക് പിന്നെ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്ത് ചോദിക്കാവുന്നതാണ്. അതേപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും പിന്നെ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക. നല്ല അഭിപ്രായങ്ങളുണ്ടെങ്കിൽ അത് പറയാം. പിന്നെ എപ്പോഴും നമ്മൾ ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്കൊരു മോട്ടിവേഷൻ അല്ലെങ്കിൽ കൂടുതൽ പ്രചോദനം ലഭിക്കുക ആളുകളുടെ നല്ല അഭിപ്രായങ്ങളിൽ നിന്നൊക്കെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ അത്തരം നല്ല അഭിപ്രായങ്ങളും പ്രതീക്ഷിക്കുന്നു. പിന്നെ എന്തെങ്കിലും മോശങ്ങളുണ്ടെങ്കിൽ തിരുത്തേണ്ടതുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ അതുപോലെ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് നൽകുക. കൂടുതൽ ആളുകൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ പിന്നെ ഇത് പ്രയോജനപ്പെടട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. എനിവേ, താങ്ക്സ് ഫോർ വാച്ചിങ്. സി യു നെക്സ്റ്റ് ടൈം.